ഇതാണ് മൂൺഡ്രോപ്പ് ചൂ 2. 2000 രൂപയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും ബാലൻസ്ഡ് ആണ്, പക്ഷെ ബോറിംഗ് അല്ലാത്തൊരു IEM ആയത്. സോ ഗൈസ്, നിങ്ങൾക്ക് IEM എന്താണെന്ന് അറിയാം. ശരിക്കും അത് അറിഞ്ഞുകൂടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് പോയി കേട്ടിട്ട് വാ. സോ ഗൈസ്, ഞാനൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് IEM എന്ന് ഞാൻ പറഞ്ഞുതരാം. പണ്ടത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളിപ്പം സ്റ്റേജ് പെർഫോമൻസിനും കോൺസേർട്സിനും ഒക്കെ പോകണമെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ച നല്ല ഒരു 10-15 കൊല്ലം മുന്നേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ആർട്ടിസ്റ്റുമാർ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അവരെ ഫേസ് ചെയ്ത് കുറേ സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കോവർക്കേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ കോ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അവരുടെ സൗണ്ട് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ കീബോർഡിൻ്റെ കൂടെ ഗിത്താർ എങ്ങനെ പക്കയായിട്ട് മിക്സ് ആയോ എന്നൊക്കെ അവർക്ക് കേൾക്കാൻ വേണ്ടിയുള്ളൊരു സംഭവം. ഓൾ ടുഗദർ പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിൻ്റെ ബ്ലെൻഡിൻ്റെ ഔട്ട്കം എങ്ങനെയുണ്ടെന്ന് അവർക്ക് കേൾക്കാൻ വേണ്ടി കുറേ സ്പീക്കേഴ്സ് അവരെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഭയങ്കര ഇൻകൺവീനിയൻസും കാരണം ക്രൗഡ് എന്നുള്ള ഒച്ചയൊക്കെ കാരണം അത് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതായി. അങ്ങനെയാണ് IEMs, ഇന്നിയർ മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനം മാർക്കറ്റിൽ വന്നത്. ഇത് പെർട്ടിക്കുലർലി എൻജിനീയേഴ്സ് ആർട്ടിസ്റ്റുകാർക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളായിരുന്നു ഒരു ഏർലി ടൈംസിലൊക്കെ. എന്ന് വെച്ചാൽ ഇപ്പം സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബാൻഡ്സ് ഉണ്ടല്ലോ, സ്പെസിഫിക് ടൈപ്പ് ഓഫ് റോക്ക് ബാൻഡ്സിന് വേണ്ടിയൊക്കെയാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് IEMs ഒക്കെ കൊണ്ടുവന്നത്. അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ സ്റ്റൈലിന് വേണ്ടി അങ്ങനെ ട്യൂൺ ചെയ്തെടുക്കുക. ഇപ്പോൾ റോക്ക് മ്യൂസിക്കിന് ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് ട്യൂണിങ് വേണം. അതേപോലെ തന്നെ ഭയങ്കര വോക്കൽ ബേസ്ഡ് കോൺസേർട്സ് ആണെങ്കിലും ഭയങ്കര ഹിപ്പ് ഹോപ്പിനാണെങ്കിലും അങ്ങനത്തെ ആ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ട്യൂണിങ് ഉള്ള IEMs അവർക്ക് പെർട്ടിക്കുലർലി ഓരോ സൗണ്ട് എഞ്ചിനീയേഴ്സും മിക്സേഴ്സും സ്റ്റുഡിയോസൊക്കെ അവർക്ക് വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് വന്നത് ഈ സാധനം. അതുകൊണ്ട് തന്നെ ലോങ് ടേം കംഫർട്ടിനാണ് IEMs എപ്പോഴും ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടി ലോങ് ടേം ഇരിക്കുമ്പോഴും അങ്ങനെ ഒന്ന് പോകാതിരിക്കാനാണ് ഈ ഒരു ഹുക്ക് കൊടുത്തേക്കുന്നത്. അതും അന്നത്തെ ഡിസൈനേഴ്സ് ഈ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു സംഭവമാണ്. സോ ഇപ്പം നിങ്ങൾ ഒരു IEM എന്തോന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഈ മൂൺഡ്രോപ്പ് ചൂ 2ൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സൗണ്ട് കർവ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ ആർട്ടിസ്റ്റിനും അതിനു വേണ്ടി പെർട്ടിക്കുലർലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഇതുപോലത്തെ IEMs. പക്ഷെ മൂൺഡ്രോപ്പ് ചൂ 2ൻ്റെ കർവും ബാലൻസും ട്യൂണിങ്ങും എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ടിട്ട് വാ. സോ ഗൈസ്, നമുക്ക് ചാർട്ട്സിലും ടേബിൾസിനെ കുറിച്ച് പറയാം. അതിന് മുന്നേ ഒരു ട്രാക്കിൽ ചെറിയൊരു പാട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതേപോലെ ഞാൻ ഇവിടെ ഫ്രീക്വൻസി ടേബിളും സംഭവങ്ങൾ ഈക്വലൈസറൊക്കെ വെച്ച് ഫ്രീക്വൻസി എന്തെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കണ്ട, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യമേ എന്തുവാ ബേസ്, എന്തുവാ മിഡ്, എന്തുവാ ട്രബിൾ എന്ന് പറയാം. ബേസ് എന്ന് പറയുന്നത് ഒന്നുമല്ല, ഈ ഫ്രീക്വൻസിയിൽ നമ്മൾ 0 to 300 ഒക്കെ വരെ നമുക്ക് വേണമെങ്കിൽ ബേസ് ആയിട്ട് ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 300 മേളിലോട്ടുള്ള 300 to ഒരു 2400 വരെയൊക്കെ മിഡ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ബേസിനകത്താണ് നമുക്ക് മെയിനായിട്ട് ബും ബും എന്നുള്ള ഇടിയും സംഭവങ്ങളൊക്കെ. അത് മിഡ്സിനകത്ത് അതിൻ്റെതായ എംഫസൈസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ആൻഡ് 2400 ഫ്രീക്വൻസി ഹെർട്സിൻ്റെ മുകളിലോട്ടുള്ളത് ഒരു എത്ര പറയുക, എല്ലാം നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള 20,000 ഫ്രീക്വൻസി ഹെർട്സ് വരും. അതിനെയൊക്കെയാണ് ട്രെബിൾ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു പാട്ടിൻ്റെ എന്താ പറയുക, എനിക്കൊരു ബേസ് കൂട്ടണമെന്ന് വെച്ചോ, ഇപ്പം 300 അല്ലെ 250 മുകളിലോട്ടുള്ള ഇതെല്ലാം ഞാൻ കൂട്ടുക, മനസ്സിലായോ? ഇതൊരു എക്സാമ്പിൾ, ഞാൻ അതിൻ്റെ ബേസ് എംഫസൈസ് ചെയ്യുന്നു എന്നാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതേസമയം കുറയ്ക്കണം, എനിക്ക് അതേപോലെ ബേസ് വേണ്ട എന്ന് പറയുമ്പോൾ കുറയ്ക്കാനും ഇതേപോലെ പറ്റും. ഇപ്പം ബേസ് ആയിട്ടുള്ള ഇടിയും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കുന്നത്. അത് നമുക്ക് ഈക്വലൈസർ ഫ്രീക്വൻസി ഗ്രാഫിൻ്റെ കണക്ക് നമ്മൾ മനസ്സിലാക്കാം. ഇനി അതേപോലെ എനിക്ക് മിഡ്സ് എന്ന് പറയുമ്പോൾ 300 മുകളിലോട്ടുള്ള 2400 വരെയും 2000 വരെയുള്ള, അപ്പോൾ ഇത് മിഡ്സ് ആയിട്ട് വരും. ഒരു മിഡ്സിൽ ഞാൻ ഇപ്പോൾ കൂട്ടിയ മിഡ്സ് എനിക്ക് ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്ത് നിൽക്കും. അതേപോലെ മിഡ്സ് കുറച്ചാണെങ്കിൽ മിഡ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞ് നിൽക്കും. ആൻഡ് ട്രബിൾ എന്ന് പറയുന്ന ഒരു 2K എബോ എല്ലാം ട്രബിൾ ആയിട്ട് വരും. സോ ട്രബിൾ എനിക്ക് വേണേൽ കുറയ്ക്കാം, ട്രബിൾ എനിക്ക് വേണേൽ കൂട്ടാം, അതെല്ലാം എൻ്റെ പരമ ഇഷ്ടം പോലെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി ഓരോ ഹെഡ്ഫോൺസ് അല്ലെ ഇയർഫോൺസിനും അതിൻ്റെതായ ഒരു ഫ്രീക്വൻസി പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് വേണേൽ അതിൻ്റെതായ EQ എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഡിറ്റോ കറക്റ്റ് അല്ല, പക്ഷെ അതിന് അതിൻ്റെതായ ഫ്രീക്വൻസി ഈക്വലൈസേഷൻ ഉണ്ട്. ആൻഡ് മൂൺഡ്രോപ്പ് ചൂ 2ന് ഒരു V ടൈപ്പ് പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. V ടൈപ്പ് പാറ്റേണിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ അതിന് ചെറുതായിട്ട് നമ്മൾ എന്താ പറയുക, ഈ ബേസ് ഫ്രീക്വൻസീസ് ഒന്ന് എലവേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ മിഡ്സ് അതിൻ്റെ ഒന്നും ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ട്രെബിൾസ് നമുക്ക് ഒരു രീതിയിൽ ഡിസ്റ്റോർട്ടഡ് ആവാതെ
നമുക്ക് ട്രെബിൾസ് അത് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സംഭവം ഇത് എടുത്തിട്ടാ, ഇത് ഭയങ്കര ബാലൻസ്ഡ് കർവ് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഇയർഫോൺസിന് ഹെഡ്ഫോൺസ് ലോകത്തൊക്കെ വെച്ച് നല്ല ബാലൻസ്ഡ് ആണ്. പക്ഷേ ദിസ് ഇസ് നോട്ട് ബോറിങ്. ഇതിൻ്റെ ബേസും സബ് ബേസും ട്രെബിൾസും എല്ലാം ഓൺ പോയിന്റ് ആണ്. നമുക്ക് പാട്ട് കേൾക്കാനാകട്ടെ, EDM ആയിക്കോട്ടെ, റോക്ക് ആയിക്കോട്ടെ, വോക്കൽസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം പറ്റുന്നൊരു നല്ല പ്രൊഫഷണലി ബാലൻസ്ഡ് ട്യൂണിങ് അല്ലെ ഈക്വലൈസേഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വീക്കവ്. ഈ വീക്കവിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഇപ്പോൾ ടാങ്സു വാർണർ, 7 Hertz സാൽനോട്സ്, അതെല്ലാം എനിക്ക് തോന്നുന്നു വീക്കവ് ഫോളോ ചെയ്യുന്നത്. വീക്കവ് എന്താ ഇൻഡസ്ട്രിയിൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. ഇതിനെ കുറച്ച് പേര് പറയുന്നതെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ബട്ട് നോട്ട് ബോറിങ്. ആ വാക്ക് എനിക്ക് ഉപയോഗിക്കുള്ളൂ. ദിസ് ഇസ് എ വെരി ബാലൻസ്ഡ് ബട്ട് ഒട്ടും ബോറിങ് അല്ലാത്തൊരു ഈക്വലൈസേഷൻ കർവ്. ഇനി നമുക്ക് ടെക്നിക്കാലിറ്റീസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സൗണ്ട് ക്വാളിറ്റിയിലേക്ക് പോകാം. സോ നിങ്ങളിപ്പോൾ ഇതിൻ്റെ സൗണ്ടിൻ്റെ സ്ട്രക്ചർ അങ്ങനെയൊക്കെയെന്ന് മനസ്സിലാക്കി. ബേസിക് ആയിട്ട് ടെക്നിക്കലായിട്ട് പോയെങ്കിലും ഞാൻ ഇനി കറക്റ്റ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലോസ്ലെസ് മ്യൂസിക് വേണം. ലോസ്ലെസ് മ്യൂസിക് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നല്ല ആപ്പിളിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരു നല്ല എന്ന് വെച്ചാൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മ്യൂസിക് നിങ്ങൾക്ക് ലിസൺ ചെയ്യാൻ പറ്റും. ലോസ്ലെസ് മ്യൂസിക്കും ഈ IEMs ഒക്കെ കമ്പയിൻ ചെയ്യുമ്പോൾ ബെസ്റ്റാണ്. നിങ്ങൾക്ക് ഒരു ബെറ്റർ ദാൻ എയർപോർട്സ് ഫീൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് ഫ്ലാഗ് ഫയൽസ് അല്ലെ വേവ് ഫയൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് കേട്ട് നോക്കുക. അതും എക്സ്ട്രാ ഓർഡിനറി അതായിരിക്കും. ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വേവ് ഫയൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും കംപ്രസ്ഡ് അല്ലാത്ത സാധനങ്ങളാണ്. അങ്ങനെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ പ്യുവർ സൗണ്ട് ക്വാളിറ്റി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഹൗ ഡസ് ഇറ്റ് സൗണ്ട്? ഇറ്റ് സൗണ്ട്സ് സൂപ്പർബ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കിത് ആദ്യമേ നോട്ടഡ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ബേസ് ആൻഡ് സബ് ബേസ് ഭയങ്കര എൻഗേജിങ് ആണ്. എൻഗേജിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ സബ് ബേസ് എന്ന് പറയുമ്പോൾ ബേസിൻ്റെ തൊട്ട് താഴെ വരുന്ന ആ ഫ്രീക്വൻസി ഹെർട്സ് ഒക്കെ നമ്മളെ ഭയങ്കര എലിവേറ്റ് ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന EDMസിനകത്തും ടെക്നോയിനകത്തും അതേപോലെ തന്നെ ഈ എന്താ പറയുന്നത് ഈ ഹെവി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉള്ളതിനകത്ത് സബ് ബേസ് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ടു ദ പോയിന്റ് അടിപൊളിയാണ്. വോക്കൽസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഫീമെയിൽ വോക്കൽസ് ആയിക്കോട്ടെ മെയിൽ വോക്കൽസ് ആണെങ്കിലും അവരുടെ പിച്ചും അവരുടെ ആ ഒരു സൗണ്ടിനകത്ത് വരുന്ന ഓരോ വെർബറേഷൻസും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. സോ സൗണ്ട് ക്വാളിറ്റി ഈസ് റിയലി ഗുഡ് വെൻ ഇറ്റ് കംസ് ടു വോക്കൽ കേൾക്കുമ്പോഴും. ആൻഡ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇംപ്രസ്ഡ് ആൻഡ് ഏറ്റവും കൂടുതൽ ഞാൻ ഇംപ്രസ്ഡ് ആയെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റീരിയോ സെപ്പറേഷനും. ഇത് ഗെയിമിങ്ങിനും അടിപൊളിയാണ്. ഇതിൻ്റെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും നിങ്ങൾക്ക് എടുത്തറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം ഡ്രംസും നിങ്ങൾക്ക് അതേപോലെ തന്നെ ഡ്രംസിനെക്കാട്ടി ഇച്ചിരി കൂടെ താന്നിരിക്കുന്ന മറ്റേ ഒരു സാധനമുള്ള അതേപോലത്തെ ചെറിയ സബ് ബേസ് കൊടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് വേറെ ഒരു ഇയർഫോൺസിലും ഫീൽ ചെയ്യാത്ത സംഭവങ്ങൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനകത്ത് കേൾക്കും. സോ സൗണ്ട് ക്വാളിറ്റിയാണ് ഈ IEMസിൻ്റെ സുപ്രീം ആയിട്ടുള്ള. അത് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ നേരത്തെ കാണിച്ചതിന് കണക്ക് തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത്രയും നാൾ ഞാൻ കേൾക്കാത്ത ഫ്രീക്വൻസീസും ഹിസ്സും ലോസും ഹൈസും ഒക്കെ ഞാൻ ഇതിനകത്ത് കേട്ടിട്ടുണ്ട്. സോ ഒരു വൈഡ് വെറൈറ്റി ഓഫ് യൂസർ കേസസിനും ഒട്ടും ബോറിങ് അല്ലാത്തൊരു ട്യൂണിങ് ആണ് മൂൺ ഡ്രോപ്പ് ചൂ 2 കൊടുത്തേക്കുന്നത്. അതിൻ്റെ DSP കൊണ്ടുണ്ടായിട്ട് എന്താ പറയുക, ഇംപിഡൻസിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഹയർ ഇംപിഡൻസ് വാല്യൂ ഉണ്ടെങ്കിൽ നല്ലോണം അതായത് നിങ്ങളുടെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും ഒരു IEMനകത്തൊക്കെ. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഒരു IEMസിനകത്ത് ഒരുപാട് കോപ്പർ വയർസ് ഒരുപാട് വട്ടം ലൂപ്പ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് അതിനെ ഫുള്ള് പവറപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നല്ല ഹയർ ഔട്ട്പുട്ട് കൊടുക്കണം നിങ്ങളുടെ ഹെഡ്ഫോൺ ജാക്കിൽ നിന്ന്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് എല്ലാവരും പറയണ ഇംപിഡൻസ് വാല്യൂ 20-നകത്തുള്ള എല്ലാ ഫോണിലും വർക്ക് ചെയ്യും. പക്ഷേ എൻ്റെ ടെക്നോയുടെ ഫോണിനകത്ത് കുത്തിപ്പാട്ട് കേട്ടിട്ടും എൻ്റെ മാക്കിനകത്ത് കുത്തിപ്പാട്ട് കേട്ടിട്ടും എനിക്ക് നല്ല വ്യത്യാസം തോന്നി. കാരണം എൻ്റെ മാക്കിനകത്ത് ഇച്ചിരിയുടെ പവർ ഔട്ട്പുട്ട് കൂടുതൽ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് പക്കായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ ഇംപിഡൻസ് ആൻഡ് സെൻസിറ്റിവിറ്റി ഈവൻ ദോ ഇതിനകത്ത് എല്ലാ ഡിവൈസിനും വർക്കൗട്ട് ആവും. പക്ഷേ നിങ്ങൾക്കൊരു DAC അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ആ ഒരു IEM ഗെയിമിനകത്തോട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ബാക്കിയൊന്നും എനിക്ക് സൗണ്ടിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും ബാലൻസ്ഡ് ബട്ട് നോട്ട് ബോറിംഗ് ആയിട്ടുള്ളൊരു IEM ആയിരിക്കും മൂൺ ഡ്രോപ്പ് ചൂ 2. പിന്നെ ഗൈസ് ഇവൻ്റെ വേർഡിക്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. സോ മൂൺ ഡ്രോപ്പ് ചൂ 2 ആർക്കൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ
ഗൈസ് ഡെഫിനറ്റ്ലി ഓഡിയോ ഫയൽസിന് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈവൻ ദോ താങ്സു വാർണർ, സാൽ നോട്ട് 7 ഹെർട്സ്, അതേപോലെ തന്നെ ZZZ, കോഫി ബീൻ, അതേപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4 ഓൺ ദ വേ ആണ്. എല്ലാം വെച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തന്നെ പറയാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല വെൽ ബിൽട്ട് ആയിട്ടുള്ളതാണ്. മെറ്റൽ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. അത് കേബിൾ പൊട്ടിപ്പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിപ്ലേസ് ചെയ്യാൻ പറ്റും. ഐ റിയലി ലൈക്ക് ദറ്റ്. ഇത് ഓഡിയോ ഫയൽസിന് ഞാൻ നല്ലോണം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ സർപ്രൈസിങ് ആയിട്ട് വിചാരിച്ച കാര്യം എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റേഴ്സ് ഓൾസോ ഗൈസ് നിങ്ങളൊരു IM ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ പ്രൊഫഷണൽ മിക്സിങ് ആ ഗ്രേഡ് കിട്ടത്തില്ലെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിൽ ഓഡിയോ ഒക്കെ ഇച്ചിരി ആയിട്ട് കംപ്രസ് ചെയ്യുമ്പോഴും EQ ചെയ്യുമ്പോഴും ഒക്കെ നല്ലോണം ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിലും റിയലി നൈസ്. കോളൊക്കെ എടുക്കുക നല്ലതാണ്. കേബിൾ ക്വാളിറ്റി ഓൾസോ എനിക്ക് തോന്നുന്നു താങ്സു വാർണർ അതിനെ പോലുള്ള കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള കേബിൾസ് ആണ്, ബ്രെയ്ഡഡ് കേബിൾസ് ആണ്. ആൻഡ് നിങ്ങൾ ടൈപ്പ് സി ഡിവൈസസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡാക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ വിത്ത് DSP USB ടൈപ്പ് സി ഉള്ള എടുക്കാൻ നോക്കുക. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഉള്ള USB ടൈപ്പ് സി സാധനങ്ങൾ എടുത്താൽ വെരി ഗുഡ് സൗണ്ടിങ് ഇയർഫോൺസ്. ശരിക്കും ഈ IMs ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് തെണ്ടികൾ ഈ ഹെഡ്ഫോൺ ജാക്സ് എടുത്ത് കളഞ്ഞതിൻ്റെ ഒരു വിഷമം എനിക്ക് തോന്നുന്നത്. ഇത് ഭയങ്കര ഒരു ക്രൈമായിട്ട് തോന്നി കേട്ടോ. ഇതൊക്കെ ഇതുപോലത്തെ നല്ല ഓഡിയോ ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ നോസിൽസ് ഒക്കെ മാറ്റാൻ പറ്റും. മൈ വേർഡിക്റ്റ് ഇസ് നിങ്ങൾ ഒന്നെങ്കിൽ ഇച്ചിരി കൂടെ റീസേർച്ച് ചെയ്ത് നിങ്ങളുടെ ടൈപ്പ് ഓഫ് മ്യൂസിക് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കിനാണ്, നിങ്ങളിപ്പം ബ്രൈറ്റ് ആയിട്ടുള്ളതാണോ, ഡാർക്ക് ആയിട്ടുള്ളതാണോ, മിഡ് ഹെവി ആയിട്ടുള്ളതാണോ, ബേസ് ഹെവി ആയിട്ടുള്ള മ്യൂസിക്കാണ് നിങ്ങൾ കണ്ടുപിടിക്കാനൊന്നും അത്രയ്ക്ക് ഇൻഡെപ്തായിട്ട് പോകാൻ തയ്യാറല്ല. നിങ്ങൾക്കൊരു നല്ല IM വേണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ബൈ ദിസ്. ഇതിൻ്റെ കർവ്സിനെ എനിക്ക് വീണ്ടും പറയാനുള്ളത് വെരി ബാലൻസ്ഡ് ബട്ട് നോട്ട് ബോറിങ്. നിങ്ങൾ നല്ലോണം എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലൈക്ക് ഫീൽ തരുന്ന ഒരു പ്രോസസ്സിങ് അതിനകത്തുള്ള. സോ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി റെക്കമെൻഡഡ് ഫോർ ഓഡിയോ ഫയൽസ്, വീഡിയോ എഡിറ്റേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഓഡിയോ ജേർണി തുടങ്ങണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബൈ ദിസ്. സോ ഗൈസ്, ഇറ്റ്സ് Sri here. Talk to you guys later.